നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ നമ്മുടെ ചെറിയൊരു ഗാർഡനാണ് കേട്ടോ ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഗാർഡൻ ഒന്ന് കാണിക്കണമെന്ന്. ഒരുപാടൊന്നുമില്ല, കുറച്ച് കളക്ഷനേ ഉള്ളൂ കേട്ടോ എൻ്റെ കയ്യിൽ. ഇത് ആദ്യമൊക്കെ ഒരുപാടുണ്ടായിരുന്നു, പിന്നെ നോക്കാതായിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും ഇപ്പോൾ ചെടിയൊക്കെ ഒന്ന് ഉഷാറായി വരുന്നേ ഉള്ളൂ. ഒരുപാട് ചെടിയൊന്നുമില്ല, കുറച്ച് ഉള്ളൂ, അതൊക്കെ ഒന്ന് സെറ്റാക്കി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരുപാട് ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് ചെറിയ തൈകളൊക്കെ. അതൊക്കെ ഒന്ന് വലുതാകുന്ന സമയത്ത് വലിയ ചട്ടിയിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നട്ടിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഒന്ന് വലുതായി കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒക്കെ വളം ഇട്ട് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട്, ഒക്കെ ഒന്ന് വെട്ടി ക്ലിയർ ആക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് വലിയൊരു പണി തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ ഈ യൂട്യൂബ് ചാനലും അതുപോലെ വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണ്ടേ. അതിൻ്റെ കൂടെ ചെടി നോക്കലും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇത്രയൊക്കെ പറ്റൂ കേട്ടോ. ഒരുപാട് ചെടികളൊന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതാ കുറച്ച് ചെടികളൊക്കെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ ഇത് 10 മണി എന്ന് പറഞ്ഞ് നട്ടതാണ്, ഇതുവരെ പൂവിട്ടിട്ടില്ല. വളമൊക്കെ നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കുടത്തിലിത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണത്. പിന്നെ ഷബാസുമോൻ്റെ മീൻകുളം, അതുപോലെ 2 പൂച്ചക്കുട്ടി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വന്നു കൂടിയതാട്ടോ. അവർക്കിടക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ അവിടെ നിൽക്കും. പിന്നെ ഇതാ വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ ഞാൻ ഈ ഒരു പ്ലാന്റ്. ഇത് നല്ല ഉഷാറായി വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഇപ്പോൾ നട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ചെടി എന്ന് പറയാൻ, ഒരുപാടൊന്നുമില്ല. ഇതൊന്നും എന്താ പറയുക, കാണിക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും കമൻറ്റിൽ വന്നതുകൊണ്ട് കാണിച്ചത് മാത്രമേ. ഇത് ഞാൻ ചെറിയൊരു തൈ വാങ്ങി നട്ടതാട്ടോ. ഇപ്പോൾ ഉഷാറായി വരുന്നത്, നല്ല ഭംഗിയുണ്ട് അതിലത്തെ പൂ കാണാൻ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, മുകളിലേക്ക് പടരുന്നതാണെന്ന് തോന്നിയിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് നിങ്ങളും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കയറെന്തെങ്കിലും കെട്ടിയിട്ട് അങ്ങനെ ആക്കണം എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് ചെടി നോക്കാൻ അറിയുന്ന ആളോ എന്താ പറയുക, ഒരുപാട് ചെടിയും കാര്യങ്ങളുള്ള ആളൊന്നല്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടി എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ പിന്നെ എന്താ പറയുക, വലിയൊരു കാണാനൊന്നും ഭംഗിയില്ലാത്ത ചെടികളാണ്. പിന്നെ ഇത് നല്ല മണമാണ്, ഇത് മരമുല്ലയാണ് കേട്ടോ. അത് നിറയെ പൂക്കും ഒരു ടൈമിന്, നല്ല മഞ്ഞക്കുള്ള സമയത്ത് നിറയെ പൂക്കും, നല്ല മണവുമാണ് രാത്രിയൊക്കെ. പിന്നെ നമ്മൾ ഉപ്പേരി വെക്കുന്ന ചേമ്പാണ് കേട്ടോ. പിന്നെ മൈലാഞ്ചി, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. അങ്ങനെ ചീരയൊക്കെ ഒന്നിങ്ങനെ നട്ട് വലുതായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഇവിടെ എന്തുണ്ടാക്കിയാലും കിട്ടൂല ആ കുരങ്ങുള്ളത് കൊണ്ട്. പിന്നെ ചീരയും അതുപോലെ തന്നെ നമ്മളെ പൊന്നാങ്കണ്ണി പോലത്തെ ഒരു ചീര ഉണ്ട്, അതുപോലെ മെക്സിക്കൻ ചീര. ഇത് വേറെന്തോ ഒരു പേരുണ്ടല്ലോ അതിന്, ആ ഒരു ചീര അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഗാർഡനൊക്കെ കണ്ടല്ലോ, ഗാർഡൻ എന്ന് പറയാൻ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. പുല്ലൊക്കെ മുളച്ചൊന്ന് ക്ലീൻ ആക്കാനൊക്കെ ആയിട്ടുണ്ട്. വേറെ ഒരുപാട് ചെടികളും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല, ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ നനച്ച് അങ്ങനെ നടക്കുകയെന്നുള്ളൂ. പിന്നെ അകത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ചെടികളും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് മുത്താറി വെച്ചിട്ടൊരു ദോശയാണ്. അപ്പം നമ്മൾ 2 കപ്പ് അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ കട്ടായി പോയതാണ്, പിന്നെയാണ് നോക്കുന്നത് കേട്ടോ, വീഡിയോ കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ ഈ ഒരു സ്പൂണിൽ 2 സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുത്താറിപ്പൊടി എടുത്ത 2 കപ്പ് അളവിൽ മുത്താറിപ്പൊടി എടുത്ത ആ പാത്രത്തിൽ തന്നെ 2 കപ്പ് അളവിൽ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം. മിക്സിൻ്റെ ജാറിൽ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നൈസ് ദോശേൻ്റെ പരുവത്തിലേക്ക് ഈ ഒരു ബാറ്റർ മാറ്റണം വെള്ളം ഒഴിച്ചിട്ട്. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ മറ്റേ ചാനലിൽ ഇതിൻ്റെ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ റീലിട്ട പോലെ ഞാനത് ചുട്ടപ്പോൾ നന്നായില്ല എന്നൊക്കെ കേട്ടോ, എന്തോ ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിതുപോലൊന്ന് ഈ ദോശ ചുട്ട് നോക്ക് കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ എന്തായാലും ഇപ്പോൾ അരിദോശ ചുടുന്ന ആ ഒരു ടേസ്റ്റ് അല്ലല്ലോ ഉണ്ടാവുക, മുത്താറിക്ക് അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാവും എന്നല്ലാണ്ട് ഇത് ടേസ്റ്റ് കുറവൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ തേങ്ങാ ചട്നി ഒന്നും ഇതിലേക്കൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ
എപ്പോഴും തേങ്ങ അരച്ച കറിയോ അതുപോലെ മീൻ മുളകിട്ടത് അങ്ങനത്തെ കറിയൊക്കെ പറ്റും. ചെറുപയർ നന്നായിട്ട് കുറുക്കി വെച്ചതൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉമ്മി കടിക്കുന്നുണ്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നവർക്കാണ് കേട്ടോ ഈ ഒരു റെസിപ്പി. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തേങ്ങാപ്പാലുണ്ടെങ്കിൽ അതോടെ ചേർത്ത് കൊടുക്കുക. തേങ്ങ അരക്കുന്നതിൽ ചേർത്തിട്ടില്ലെങ്കിൽ തേങ്ങാപ്പാൽ വെച്ചിട്ട് ഈ ഒരു പൊടി കലക്കി ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എന്നത്തെയും പോലെ ഇന്ന് ക്ലീനിങ് നമുക്ക് വലിയ ബെഡ്റൂമാണ്, മാസ്റ്റർ ബെഡ്റൂമാണ് ഉണ്ടെങ്കിൽ ക്ലീനിങ്. അപ്പോൾ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ബെഡ്റൂമാണ്. അതുകൊണ്ട് ബാത്റൂം ഞാൻ നേരത്തെ ഒന്ന് കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ബാത്റൂം കഴുകൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാത്റൂം കഴുകാൻ പറഞ്ഞാൽ നന്നായിട്ട് ഡീപ്പ് ക്ലീൻ തന്നെ ചെയ്തിട്ടുണ്ട്, ചുമരൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പുതപ്പൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പുതപ്പൊക്കെ അലക്കാനാണ്, അലക്കിയിട്ടില്ലല്ലോ ഒന്നും. അപ്പോൾ അത് അലക്കാനാണ്, അതുകൊണ്ട് അതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഫസ്റ്റ് പൊടിയൊക്കെ തട്ടിയെടുക്കുക കേട്ടോ. പൊടിയൊക്കെ നന്നായി തട്ടിയെടുക്കുക. ഞാൻ പെയിൻറ്റിങ് ഒന്നും മാറ്റുന്നില്ല. പെയിൻറ്റിങ്ങൊക്കെ പൊടി തട്ടിയിട്ട് ലാസ്റ്റ് ഒന്ന് ഷാഫ്ഖാനെ കൊണ്ട് തുടപ്പിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹൈറ്റിലുള്ളത് എനിക്കത് എത്തൂല കേട്ടോ. അതുകൊണ്ട് ഷാഫ്ഖാനെ കൊണ്ട് തുടപ്പിക്കാമെന്ന് വിചാരിച്ച് പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ എന്താ പറയുക ഫാനൊന്നും ഊരി കഴുകാൻ വേണം കേട്ടോ. അതിനൊന്നും ഞാൻ നിൽക്കുന്നില്ല, എനിക്ക് പറ്റുന്ന ഞാൻ ചെയ്യട്ടെ. ബാക്കി ഷാഫ്ഖാനെ കൊണ്ട് ഒന്ന് ഫ്രീ ആവുമല്ലോ. അപ്പോൾ ബറാത്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഊരി കഴുകുക എന്തെങ്കിലും ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പറ്റുന്നതൊക്കെ നമുക്ക് അങ്ങനെ അങ്ങ് തീർക്കാം കേട്ടോ. അങ്ങനെ തട്ടലും അടിച്ചു വാരലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അലമാരൊക്കെ ഒന്നങ്ങ് നനച്ച് തുടച്ച് പിന്നെ ജനലും തുടക്കണമല്ലോ. ജനലിൻ്റെ നമ്മൾ കർട്ടൻ്റെ മോൾ ഭാഗം പൊടി ഉണ്ടായിരുന്നു, അത് ഇതേപോലെ അങ്ങ് തുടച്ച്. മറ്റേ ഭാഗം നനച്ച് ഞാൻ തുടക്കലില്ല കേട്ടോ. തുടക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എന്നാലും ഞാൻ തുടച്ചിട്ടില്ല കർട്ടൻ. അതുപോലെ വെറുതെ പൊടി തട്ടിയെടുക്കലേ ഉള്ളൂ. പിന്നെ ഷാഫ്ക ഉണ്ടായിരുന്നു, പുറത്ത് വണ്ടി കഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താക്കി, പുറത്തിറങ്ങിയിട്ട് ജനലിൻ്റെ ഭാഗം തുടക്കുകയാണെങ്കിൽ ഹൈറ്റിൽ കയറി നിൽക്കണം, എനിക്ക് എത്തൂല. ഷാഫ്ഖാനെ കൊണ്ട് തന്നെ ആ ജനൽ രണ്ടും തുടപ്പിച്ചു കേട്ടോ. അതുകൊണ്ട് ഇന്ന് ഈസി ആയിട്ട് എല്ലാം പെട്ടെന്ന് കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ഈ ഒരു റൂമും ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ക്ലീനിങ്ങിൻ്റെ അടുത്ത ദിവസവും നമ്മളെ ഫിദമോള റൂമാണ് അത്. ഇന്ന് തന്നെ മോള് കുറേ പുസ്തകവും കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതും ഒരു ഈസി ആയിരിക്കും. പിന്നെ അടുക്കളയിലാണ് ഒരുപാട് പരിപാടി ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെ ക്ലീനിങ്ങൊക്കെ എവിടെ വരെയായി കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. കുറേ ആയി ഞാൻ കമൻറ്റ് ചെയ്യാൻ പറയുന്ന ആരും കമൻറ്റ് ചെയ്യില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. എല്ലാവർക്കും താങ്ക് യു.